അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠമാണ് ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫിഖ്ഹിലെ ഒന്നാമത്തെ പാഠം അസ്വലാത്തു, നിസ്കാരം. നിസ്കാരത്തെ പറ്റിയാണ് ഈ പാഠത്തിലൂടെ പറയുന്നത്. നിസ്കാരം ആർക്കൊക്കെ നിർബന്ധമില്ലെന്നും എപ്പോഴെല്ലാമാണ് നിസ്കാരം ഖളാ വീട്ടിൽ വാജിബാണെന്നുമാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. അതുപോലെ ഈ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്കിതിന് ലാസ്റ്റ് പറയാം. അതുപോലെ തദ്രീബാത്തും പ്രധാനപ്പെട്ട നോട്ട്സുകളൊക്കെ എഴുതണം. പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഇതിൽ പറയും. അപ്പോൾ എല്ലാവരും അതൊക്കെ എഴുതിയെടുക്കുക. പാഠം 1, അസ്വലാത്തു, നിസ്കാരം. മുസ്ലിങ്ങളായ നമ്മുടെ ശാരീരികമായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 5 വക്ത് നിസ്കാരമാണെന്ന് നമുക്ക് അറിയാമല്ലോ. നമ്മൾ പല ഇബാദത്തുകളും ചെയ്യുന്നവരാണ്. എന്നാൽ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് 5 വക്ത് നിസ്കാരത്തിനാണ്. നിസ്കാരം നിർവഹിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. നിസ്കാരം നിർവഹിക്കാൻ ഈ പറയുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങണം. എന്നാലേ അവനക്ക് നിസ്കാരം നിർബന്ധമാവുകയുള്ളൂ. അവ ഏതാണെന്ന് അറിയാമോ? ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ്. ഈ പറയപ്പെട്ടതിൽ ഹൈള്, നിഫാസ് എന്നിവ സ്ത്രീകൾക്കുള്ളതാണ്. അത് പുരുഷന്മാർ നോക്കേണ്ടതില്ല. സ്ത്രീകൾക്കുള്ളതാണ് ഹൈള്, നിഫാസ്. ഈ പറയപ്പെട്ട 4 നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങളാണ്. അതിലൊന്നാമത്തത് ഭ്രാന്ത്. ഒരു മനുഷ്യനുക്ക് ഭ്രാന്ത് എപ്പോഴും സംഭവിക്കാം. ജന്മനാ ഭ്രാന്തുള്ളവരുണ്ടാകും. ചില ടൈമുകളിൽ ഭ്രാന്ത് വരാറുണ്ടാകും ചില ആളുകൾക്ക്. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് നിസ്കാരം നിർബന്ധമല്ല. രണ്ടാമത്തത് ബോധക്ഷയം. ഇതും നിസ്കാരത്തിൻ്റെ തടസ്സങ്ങളിൽ പെട്ടതാണ്. മൂന്നാമത്തത് ഹൈള്. അത് സ്ത്രീകൾക്ക് സംഭവിക്കുന്നതാണ്. അത് ഉള്ളപ്പോൾ നിസ്കാരം നിർവഹിക്കാൻ പാടില്ല. മാത്രമല്ല ആ നിസ്കാരം ഖളാ വീട്ടലും ഹറാമാണ്. നാലാമത്തത് നിഫാസ്. നിഫാസും സ്ത്രീകൾക്കുള്ളതാണ്. നിഫാസുള്ള അവസരത്തിലും നിസ്കാരം നിർവഹിക്കൽ ഹറാമാണ്. അതും നിസ്കാരത്തിൻ്റെ തടസ്സങ്ങളിൽ പെട്ടതാണ്. ഈ പറയപ്പെട്ട ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ് ഈ 4 നിസ്കാരത്തിൻ്റെ തടസ്സങ്ങളിൽ പെട്ടതാണ്. ഇനി നിസ്കാരത്തിൻ്റെ സമയം കടന്നു, ചുരുങ്ങിയ നിലയിൽ അത് നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷം മേൽ പറഞ്ഞ ഏതെങ്കിലും തടസ്സമുണ്ടായാൽ ആ നിസ്കാരം ഖളാ വീട്ടൽ വാജിബാണ്. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഈ ഭാഗം പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. പല കുട്ടികളും വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഭാഗമാണ് ഈ പറഞ്ഞത്. നിസ്കാരത്തിൻ്റെ സമയം കടന്നു, അതായത് ബാങ്ക് കൊടുത്തു, ചുരുങ്ങിയ നിലയിൽ അത് നിർവഹിക്കാനുള്ള സമയം കഴിഞ്ഞ ശേഷം. അതായത് ചുരുങ്ങിയ നിലയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു റക്അത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ നിസ്കാരം കിട്ടി. നിസ്കാരത്തിൻ്റെ സമയം കടന്നു, അതായത് ളുഹ്ർ ബാങ്ക് കൊടുത്തു. ബാങ്ക് കൊടുത്തത് മുതൽ പിന്നെ അസർ വരെയും ളുഹ്റിൻ്റെ സമയമാണ്. ളുഹ്ർ നിസ്കരിക്കാനുള്ള സമയമാണ്. പക്ഷേ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ആ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ നിലയിൽ നിസ്കരിക്കാൻ കഴിയും. ളുഹ്ർ നിസ്കാരം നിർവഹിക്കാൻ കഴിയും. പക്ഷേ എന്ത് ചെയ്തില്ല? അവൻ നിസ്കരിച്ചില്ല. അങ്ങനെ ഇരിക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവൻ അവനക്ക് ബോധക്ഷയം സംഭവിച്ചു. അതല്ലെങ്കിൽ ഭ്രാന്തായി. അതല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഹൈളുണ്ടായി, അല്ലെങ്കിൽ നിഫാസ് ഉണ്ടായി. അപ്പോൾ മേൽ പറഞ്ഞ ഈ 4 തടസ്സങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ആ നിസ്കാരം എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. കാരണം ചുരുങ്ങിയ നിലയിൽ നിസ്കരിക്കാനുള്ള സമയം അവിടെ കിട്ടി, പക്ഷെ നിസ്കരിച്ചില്ല. ഉദാഹരണത്തിന് ളുഹ്ർ ബാങ്ക് കൊടുത്ത ഉടനെയാണ് അമീൻ എന്ന് പറയുന്ന കുട്ടി
ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്. ചുരുങ്ങിയ നിലയിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, നിസ്കരിക്കാനുള്ള സമയം കിട്ടി. അങ്ങനെ അവന് ഫുട്ബോളൊക്കെ കളിച്ചു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ തലക്ക് പന്ത് തട്ടി അവൻ ബോധം കെട്ടു. അങ്ങനെ അസർ ബാങ്ക് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ആ കുട്ടിക്ക് എന്തു വേണം? അമീൻ എന്ന് പറയുന്ന കുട്ടിക്ക് നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമാണ്. കാരണം ചുരുങ്ങിയ നിലയിൽ നിസ്കരിക്കാനുള്ള സമയം ളുഹറിൻ്റെ തുടക്കത്തിൽ തന്നെ കിട്ടി. അതുകൊണ്ട് എന്തു ചെയ്യണം? അവൻ ആ നിസ്കാരം ഖളാ വീട്ടൽ വാജിബാണ്, നിർബന്ധമാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഭ്രാന്ത് വന്നു കഴിഞ്ഞാലും, ഹൈള് വന്നു കഴിഞ്ഞാലും, നിഫാസ് വന്നു കഴിഞ്ഞാലും ബാങ്ക് കൊടുത്ത് കുറച്ച് സമയം അത് നിർവഹിക്കാനുള്ള കുറച്ച് സമയം കിട്ടുകയും ശേഷം മേൽ പറഞ്ഞ ഏതെങ്കിലും ഒരവസ്ഥ, ഭ്രാന്തോ ബോധക്ഷയമോ ഹൈളോ നിഫാസോ സംഭവിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം എന്തു ചെയ്യണം? ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇനി സമയത്തിൽ നിന്ന് ഒരു തക്ബീറിന് മാത്രം സമയം ബാക്കിയിരിക്കെ തടസ്സങ്ങൾ നീങ്ങുകയോ മുസ്ലിമാവുകയോ ചെയ്താൽ ആ നിസ്കാരവും അതിന് മുമ്പുള്ള നിസ്കാരവും അതോടൊപ്പം ജംആക്കപ്പെട്ടതാണെങ്കിൽ അതും നിസ്കരിക്കൽ നിർബന്ധമാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് ബാങ്ക് കൊടുത്ത ഉടനെ തുടക്കത്തിലുള്ള കാര്യമായിരുന്നു. ഇനി പറയാൻ പോകുന്നത് ളുഹറിൻ്റെ സമയം കഴിയാനാവുകയാണ്. അസർ ബാങ്കിനെ കൊടുക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഒരാൾക്ക് ബോധം തെളിയുന്നത്. ബാങ്ക് കൊടുക്കാൻ 3 മിനിറ്റോ അങ്ങനെയൊക്കെ ഉള്ളൂ. ഈ സമയത്താണ് ഒരാൾക്ക് ബോധം തെളിയുന്നത്. അതല്ലെങ്കിൽ ഒരു ബോധക്ഷയമുള്ള ഒരാൾ എണീക്കുന്നത്, ബോധമൊക്കെ തെളിഞ്ഞ് എണീക്കുന്നത്. അതല്ലെങ്കിൽ ഒരു അമുസ്ലിമായ മനുഷ്യൻ മുസ്ലിമാകുന്നത്. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ളുഹർ ടൈം കഴിയാനാവുകയാണ്, അസർ ബാങ്ക് കൊടുക്കാനാവുകയാണ്. ഈ സമയത്താണ് ഒരു അമുസ്ലിമായ ഒരു മനുഷ്യൻ മുസ്ലിമാകുന്നത്. ഇങ്ങനെയുള്ള അവസരത്തിൽ ആ നിസ്കാരവും അതിന് മുമ്പുള്ള നിസ്കാരം ജംആക്കപ്പെട്ടതാണെങ്കിൽ അതും നിസ്കരിക്കൽ നിർബന്ധമാണ്. നമ്മൾ ജംആക്കുന്ന നിസ്കാരങ്ങൾ ളുഹറും അസറും അതല്ലെങ്കിൽ മഗ്രിബും ഇശാവും നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ബോധക്ഷയം സംഭവിക്കുകയാണ്. അദ്ദേഹത്തിന് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അസർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ് ബോധം തെളിഞ്ഞു, അതല്ലെങ്കിൽ ഭ്രാന്ത് നിന്നു, അതുമല്ലെങ്കിൽ ഹൈള് അല്ലെങ്കിൽ നിഫാസ് ഇവ രണ്ടും നിന്നു. എന്നാൽ അവനിക്ക് ആ നിസ്കാരവും അതുപോലെ തന്നെ അതിൻ്റെ മുമ്പുള്ള നിസ്കാരം ജംആക്കപ്പെട്ടതാണെങ്കിൽ, ഇവിടെ ളുഹറിൻ്റെ മുമ്പുള്ള നിസ്കാരം ഏതാണ്? സുബ്ഹാണ്. സുബ്ഹ് ജംആക്കപ്പെട്ടതാണോ? അല്ല. സുബ്ഹ് ഒരിക്കലും ജംആക്കപ്പെട്ട നിസ്കാരത്തിൽ പെട്ടതല്ല. ളുഹറും അസറുമാണ് ജംആക്കപ്പെട്ടത്. അപ്പോൾ ളുഹറിൻ്റെ മുമ്പുള്ള നിസ്കാരം ജംആക്കപ്പെട്ടതല്ല. ഇനി ഒരാൾക്ക് മഗ്രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ആ സമയത്താണ് ബോധം തെളിയുന്നത്, അതല്ലെങ്കിൽ ഭ്രാന്ത് നിൽക്കുന്നത്, ഹൈളോ നിഫാസൊക്കെ നിൽക്കുന്നത്. ഈ സമയത്ത് അവനക്ക് ആ നിസ്കാരവും അതിൻ്റെ മുമ്പുള്ള നിസ്കാരവും നിസ്കരിക്കണം. കാരണം ളുഹറും അസറും ജംആക്കപ്പെട്ട നിസ്കാരത്തിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ളുഹറും നിസ്കരിക്കണം, അസറും നിസ്കരിക്കണം. ഇനി സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. ഒരാൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നിസ്കരിക്കുക, ഒന്നല്ലെങ്കിൽ ഉടനെ നിസ്കരിക്കണം. അതല്ലെങ്കിൽ എന്തു ചെയ്യുക? ഞാൻ ഈ നിസ്കാരം നിസ്കരിക്കുമെന്ന് മനസ്സിൽ കരുതണം. സമയം കഴിയും മുമ്പ് ഞാൻ എന്തു ചെയ്യും? ഈ നിസ്കാരം നിർവഹിക്കുമെന്ന് കരുതണം. ഇല്ലെങ്കിൽ വല്ല കാരണത്താലും നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുന്നതാണ്. വല്ല കാരണത്താലും എന്തെങ്കിലും ബസ് വൈകിയോ അല്ലെങ്കിൽ വല്ല കാരണത്താലും നിസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കുറ്റക്കാരനാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി വ റമളാനു ഇലാ റമളാന
മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദജ്തുനിബത്തിൽ കബായിറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 5 വക്ത് നിസ്കാരവും ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയും ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയും വലിയ കുറ്റങ്ങൾ വെടിയുന്നവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും. 5 വക്ത് നിസ്കാരവും അതുപോലെ തന്നെ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയും ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയും വലിയ പാപങ്ങൾ വെടിയുന്നവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തിലെ തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം. ഒന്നാമത്തെ ചോദ്യം, നിസ്കാര സമയമായാൽ എന്ത് ചെയ്യണം? നിസ്കാര സമയമായാൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം, സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. ചോദ്യം 2, നിസ്കാര സമയം കഴിയും മുമ്പ് ഹൈള് ഉണ്ടായാൽ നിസ്കരിക്കുന്നതിൻ്റെ മേൽ അവൾ കുറ്റക്കാരിയാകും. എപ്പോൾ? സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. ഇല്ലെങ്കിൽ വല്ല കാരണത്താലും നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൾ കുറ്റക്കാരിയാകുന്നതാണ്. ചോദ്യം 3, നിസ്കാരത്തിനുള്ള തടസ്സങ്ങൾ ഏതെല്ലാം? ഉത്തരം, ഭ്രാന്ത്, ബോധക്ഷയം, ഹൈള്, നിഫാസ്. ചോദ്യം 4, സൂര്യൻ ഉദിക്കും മുമ്പ് ഭ്രാന്ത് സുഖപ്പെട്ടാൽ ഏതെല്ലാം നിസ്കരിക്കണം? ഉത്തരം, സുബഹ് മാത്രം നിസ്കരിച്ചാൽ മതി. കാരണം സുബഹിൻ്റെ മുമ്പുള്ള നിസ്കാരം ജംആക്കപ്പെട്ട നിസ്കാരം അല്ല. ഇനി അടുത്ത ആക്ടിവിറ്റി യോജിച്ചതിനോട് ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചതിനോട് ചേർത്ത് കൊടുക്കാം. ഒന്നാമത്തത്, സമയം കടന്നു 10 മിനിറ്റ് കഴിഞ്ഞു ബോധക്ഷയം ഉണ്ടായാൽ എന്തു ചെയ്യണം? ഖളാ വീട്ടണം. കാരണം അവനക്ക് നിസ്കാരം നിർവഹിക്കാനുള്ള സമയം കിട്ടി. അതുകൊണ്ടാണ് അവൻ നിസ്കാരം ഖളാ വീട്ടേണ്ടത്. രണ്ടാമത്തത്, സമയം ആയി 1 മിനിറ്റ് കഴിഞ്ഞു ഹൈള് ഉണ്ടായാൽ. സമയമായി 1 മിനിറ്റ് കഴിഞ്ഞു ഹൈളുണ്ടായാൽ ഖളാ വീട്ടേണ്ടതില്ല. നിസ്കരിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട്, കുറഞ്ഞ സമയമല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്ത ആക്ടിവിറ്റി വൃത്തിയായി എഴുതാം. പാഠത്തിൽ വന്ന 10 പദങ്ങൾ. 1, ശാരീരികമായ, ശ്രേഷ്ഠമായത്, ഭ്രാന്ത്, ബോധക്ഷയം, ചുരുങ്ങിയ, നിർവഹിക്കാനുള്ള, ഏതെങ്കിലും, തടസ്സമുണ്ടായാൽ, നീങ്ങുകയോ, അതോടൊപ്പം. ഇത്രയാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട 10 വാക്കുകൾ. അപ്പോൾ എല്ലാവരും പാഠം നന്നായി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.